ഹായ് മക്കളെ, നമ്മൾ ഓണ എക്സാം ഇതാ ഇങ്ങ് അടുക്കാനായില്ലേ. അപ്പൊ നമ്മളെല്ലാവരും പഠിക്കുന്നതിന്റെ ആ ഒരു തിരക്കിലായിരിക്കും. അപ്പൊ ഇന്ന് മിസ് എക്സാമിന് സ്ഥിരമായി ചോദിക്കുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇലക്ഷൻ എന്ന് പറയുന്നത് എന്റെ മക്കളെല്ലാവരും കേട്ട് കാണല്ലേ. 18 വയസ്സ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇലക്ഷന്റെ ഭാഗമാവാനൊക്കെ സാധിക്കും. എന്നാൽ ഇലക്ഷനുമായി ബന്ധപ്പെട്ടിട്ടും നിങ്ങൾ കേൾക്കാത്ത ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ടാണ് മിസ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പൊ നമ്മുടെ ഇന്ത്യയിൽ ഇലക്ഷൻ നടക്കുന്നത് 2 രീതികളിലൂടെയാണ്. ഏതൊക്കെ രീതിയാണെന്നറിയോ? ഒന്ന് പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷനും രണ്ടാമത്തേത് ഫസ്റ്റ് പാസ്റ്റ് ദ പോസ്റ്റ് സിസ്റ്റം. ഈ 2 രീതികളിലൂടെയാണ് ഇന്ത്യയിൽ ഇലക്ഷൻ നടക്കുക. അപ്പൊ നമുക്ക് ഈ 2 എണ്ണം തമ്മിലുള്ള വ്യത്യാസം ഒന്ന് നോക്കിയാലോ. FPTP സിസ്റ്റത്തിൽ നമ്മൾ വോട്ട് ചെയ്യുന്നത് കാൻഡിഡേറ്റിനായിരിക്കും, അതായത് സ്ഥാനാർത്ഥികൾക്കായിരിക്കും നമ്മൾ വോട്ട് ചെയ്യാം. പക്ഷേ PR സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ, നമ്മുടെ പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷനിലേക്ക് വരുമ്പോൾ അവിടെ കാൻഡിഡേറ്റ് അല്ല പാർട്ടിക്കായിരിക്കും നമ്മൾ വോട്ട് ചെയ്യാം. അതേപോലെ തന്നെ FPTP സിസ്റ്റത്തിൽ ഒരു നിയോജക മണ്ഡലത്തിൽ നിന്നും ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്നും ഒരു വ്യക്തി മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ, അതായത് ഒരു കാൻഡിഡേറ്റ് മാത്രമേ മത്സരിക്കുള്ളൂ. എന്നാൽ PR സിസ്റ്റത്തിലേക്ക് വരുന്ന സമയത്ത് ഒരു നിയോജക മണ്ഡലം എന്ന് പറയുന്നത് വളരെ വലിയ ലാർജ് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യുവൻസീസ് ആയിരിക്കും. സോ അവിടെ നിന്ന് ഒന്നിലധികം വ്യക്തികൾ എന്ത് ചെയ്യും, ഇലക്ഷനിൽ പങ്കെടുക്കും. FPTP സിസ്റ്റത്തിൽ വിജയിക്കാനായിട്ട് നമുക്ക് മെജോറിറ്റി വോട്ടിന്റെ ആവശ്യമില്ല. പക്ഷേ PR സിസ്റ്റത്തിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് അവിടെ വിജയിക്കണമെങ്കിൽ മെജോറിറ്റി വോട്ട് കൂടിയേ തീരും. FPTP സിസ്റ്റത്തിൽ വോട്ടും സീറ്റും തമ്മിൽ ആനുപാതികമല്ല. എന്നാൽ PR സിസ്റ്റത്തിലേക്ക് വരുന്ന സമയത്ത് അവിടെ വോട്ടും സീറ്റും തമ്മിൽ ആനുപാതികമാണ്. ഇന്ത്യ, ബ്രിട്ടൻ എന്നീ രാജ്യങ്ങളിൽ FPTP സിസ്റ്റമാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. പക്ഷേ ഡെൻമാർക്കിലേക്കും ഇസ്രായേലിലേക്കും വരുന്ന സമയത്ത് അവിടെ PR സിസ്റ്റം ആയിരിക്കും നമ്മൾ ഫോളോ ചെയ്യുക. അപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, ഇന്ത്യ അഡോപ്റ്റ് ചെയ്തത് FPTP സിസ്റ്റം ആണ്, നമ്മുടെ ഫസ്റ്റ് പാസ്റ്റ് ദ പോസ്റ്റ് സിസ്റ്റം. എന്തുകൊണ്ടായിരിക്കും ഇന്ത്യ FPTP സിസ്റ്റം അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടാവുക? ഇത് വളരെ ഈസി ആയിട്ട് ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതേപോലെ തന്നെ നമ്മൾ ഏത് വ്യക്തിക്കാണ്, ഏത് കാൻഡിഡേറ്റിനാണ് വോട്ട് ചെയ്യുന്നത് നമുക്ക് ഓൾറെഡി അറിയാൻ സാധിക്കും. അതുകൊണ്ടാണ് FPTP സിസ്റ്റം ഇന്ത്യ അഡോപ്റ്റ് ചെയ്യാൻ കാരണം. ഇതല്ലാതെ ഇനിയും ഒരുപാട് കാരണങ്ങളുണ്ട്. അപ്പൊ 2 കാരണങ്ങൾ എൻ്റെ മക്കളൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ഇതേപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോസിനായിട്ട് മക്കൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ യുവ ആപ്പ് പർച്ചേസ് ചെയ്യുക.